നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 17 ആണ് നോക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പറയുന്നത് അയിത്ത നിർമ്മാർജ്ജനമാണ്. അയിത്ത നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. എന്താണ് ആർട്ടിക്കിൾ 17? അയിത്ത നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകുന്ന ആർട്ടിക്കിളാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഇത് ആർട്ടിക്കിൾ 17. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 17 ആണ് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കിയ ആർട്ടിക്കിൾ. അയിത്തം എന്ന് പറയുമ്പോൾ അത് അസമത്വത്തിൻ്റെ ഒരു പ്രാകൃതമായ രൂപമാണെന്ന് നമുക്കറിയാം. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇവയൊക്കെ പറ്റി നമ്മൾ SCERT പാഠഭാഗങ്ങളിൽ വായിക്കാറുള്ളതാണ്. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അസ്പൃശ്യത എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റിയെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ നിരോധന നിയമം. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. ഇതും ഈ ഒരു ഭാഗത്തു നിന്നും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. 1976 ഭേദഗതിയോടുകൂടി തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് പുതിയൊരു പേര് ലഭിച്ചു. പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ് ആ പുതിയ പേരെന്താണ്? 1955 നിലവിൽ വന്ന തൊട്ടുകൂടായ്മ നിരോധന നിയമം. 1976 ഭേദഗതിയിലൂടെ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് ലഭിച്ച പുതിയ പേരേതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ് 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് 1976 ഭേദഗതിയിലൂടെ ലഭിച്ച പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്. അപ്പോൾ ആർട്ടിക്കിൾ 17 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനമാണ് പറയുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ അഥവാ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. 1976 ഭേദഗതിയിലൂടെ എന്താ? തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് പുതിയ പേര് ലഭിച്ചു. പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്. എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്? ഭരണഘടനയിൽ ഇങ്ങനൊരു ചോദ്യം വരാം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17 ആണ്. അസ്പൃശ്യത നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 1955 ആണ്. 1976 ഭേദഗതിയിലൂടെ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന് ലഭിച്ച പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് എന്നാണ്. അസമത്വത്തിൻ്റെ പ്രാകൃത രൂപം ഏതാ? അയിത്താചരണമാണ് അസമത്വത്തിൻ്റെ ഒരു പ്രാകൃതമായ രൂപം. ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താ? അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. പക്ഷേ അയിത്തം എന്നൊരു പദം ഭരണഘടനയിലോ അല്ലെങ്കിൽ ഈ ഒരു ആക്റ്റിലോ നിർവചിച്ചിട്ടില്ല. എന്താണ് അയിത്തം എന്നുള്ള കാര്യം ഭരണഘടനയിലോ അല്ലെങ്കിൽ ഈ ഒരു ആക്റ്റിലോ എന്ത് ചെയ്തിട്ടില്ല? നിർവചിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ മനസ്സിലാക്കി വെക്കുക.